ദില്ലിയിൽ CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസ് AKG ഭവന് നേരെ ആക്രമണം. ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള നെയിം ബോർഡിൽ കരിയോയിൽ ഒഴിച്ചു. പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ എഴുതി. സന്തോഷ് സല്ലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സന്തോഷ്, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, വൈകുന്നേരം 3:50 കൂടിയാണ് AKG ഭവന് നേരെ ആക്രമണം നടത്തിയത്. ഒരു 4ഓളം ചെറുപ്പക്കാർ പാക് വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് AKG ഭവനിലേക്ക് വരികയായിരുന്നു. തുടർന്ന് ഭവന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ബോർഡിലേക്ക് കരിയോയിൽ ഒഴിച്ചു. കൂടാതെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ചില പ്ലക്കാർഡുകളൊക്കെ ഓഫീസിന് മുമ്പിൽ സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് AKG ഭവൻ ജീവനക്കാരും നാട്ടുകാരും കൂടി ഇവരിൽ ഒരാളെ പിടികൂടി. ബാക്കി 3 പേരും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. നേരത്തെ JNUവിൽ നടന്ന ആക്രമണത്തിന്റെ പിന്നാലെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ആക്രമണത്തിന് പിന്നിൽ RSS ആണെന്ന് ചൂണ്ടിക്കാട്ടി. സംഭവത്തെ രാഷ്ട്രീയപരമായും ജനാധിപത്യപരമായും നേരിടുമെന്നും അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ഇപ്പോൾ പോലീസ് സ്ഥലത്ത് കനത്ത ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സന്തോഷ് സല്ലിംഗ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വർഗീയവാദികൾ CPIMന് ദേശസ്നേഹത്തിന്റെ മുദ്രാവാക്യം പഠിപ്പിക്കേണ്ടതില്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. പാർട്ടിക്കെതിരായ വെല്ലുവിളി നേരിടും. JNU സംഭവത്തിൽ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കുന്നത് ആഭ്യന്തരമന്ത്രിയാണ്. രാഷ്ട്രീയമായും ജനാധിപത്യപരമായും ആക്രമണത്തെ നേരിടുമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു. People who venerate the murderers of Mahatma Gandhi and call them national heroes have the temerity to call us as anti-national. We don't require certificates of patriotism from the murderers of Mahatma Gandhi. And let it be clear, this is a political challenge. This government, in order to divert attention from the complete mess they have created in the country. രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ സംഭവത്തെ അപലപിച്ചു. അവരുടെ വാക്കുകളിലേക്ക്. ഫൈസലിന്റെ മരണത്തെ ദിനം ആചരിച്ചു. അതിൽ ഇടതുപക്ഷ സംഘടനകൾക്ക് ആരും ബന്ധവുമില്ല. പക്ഷെ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്തെ ആകെ ടാർണിഷ് ചെയ്യാനുള്ള പരിശ്രമം, ആ പരിശ്രമങ്ങളെ ശക്തമായിട്ട് ചെറുക്കണമെന്ന് മാത്രമല്ല തെളിവുകൾ വെച്ച് തുറന്നു കാണിക്കുക, അതിനെ തകർക്കുക, അതിന്റെ സ്ഥാപനങ്ങളെയും അതിന്റെ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും അടയാളപ്പെടുത്തുക, കളങ്കപ്പെടുത്തുക, കരിയോയിലെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ മതേതരത്വത്തിന്റെ അവസാനത്തെ പ്രതീക്ഷയെയും കൂടി അതിനെ കരിയോയിൽ മുക്കിക്കൊല്ലുക എന്നതാണ്. അത് തീർച്ചയായും വളരെ വളരെ ഗൗരവത്തോട് കാണേണ്ട പ്രശ്നമാണ്. ഇത് തങ്ങൾക്ക് എതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ, അവരുടെ നാവ് ചലിപ്പിച്ചാൽ, വിരൽ ചലിപ്പിച്ചാൽ, ആരെങ്കിലും എഴുതിയാൽ, ആരെങ്കിലും ശബ്ദിച്ചാൽ അവരെ എല്ലാം കൈകാര്യം ചെയ്യുക എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. വിദ്യാർത്ഥികളെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് JNUവിൽ വിദ്യാർത്ഥികൾ മനുഷ്യച്ചങ്ങല തീർത്തു. 100 കണക്കിന് വിദ്യാർത്ഥികൾ സമരത്തിൽ പങ്കെടുത്തു. വിവരങ്ങളുമായി മനുശങ്കർ ദില്ലിയിൽ നിന്ന്. മനു, വിശദാംശങ്ങൾ. അരുൺ, വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു JNUവിൽ അരങ്ങേറിയത്. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ JNUവിലെ മുഴുവൻ പേരും ഈ മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തു എന്നാണ് ഇതിനുശേഷം വിവിധ വിദ്യാർത്ഥി സംഘടനകൾ പ്രതികരിച്ചത്. ABVP ഒഴികെയുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളും ഇതിൽ പങ്കുചേർന്നു. ഇതിൽ തന്നെ പോലീസ് രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തി അറസ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളെ വിട്ടയക്കണമെന്നും പോലീസ് ക്യാമ്പസിൽ നിൽക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. മാത്രമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പുതിയ അതിരൂക്ഷമായ പ്രസ്താവനകളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇതിൽ തന്നെ രാജ്നാഥ് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പ്രതിഷേധ പരിപാടിക്ക് ലഷ്കർ-ഇ തായിബയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് രാജ്നാഥ് സിംഗ് ആരോപിച്ചത്. മാത്രമല്ല, ലഷ്കർ-ഇ തായിബ തലവൻ ഹാഫിസ് സയ്യിദിന്റെ ഒത്താശയോട് കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾ പങ്കെടുത്ത വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികൾ അരങ്ങേറിയതെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ എല്ലാമുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു അരങ്ങേറിയത്. കൂടാതെ ദില്ലിയിലെ ജന്തർ മന്ദിറിൽ വിവിധ തലങ്ങളിലെയും സാഹിത്യ തലങ്ങളിൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടിയും അരങ്ങേറിയിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു NIA അന്വേഷണം വേണം എന്നാണ് ദില്ലി പോലീസ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ദില്ലി DCP ഉന്നത കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചിരുന്നു. ഇതിൽ കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. നാളെ തന്നെ ഇത് സംബന്ധിച്ച് NIA അന്വേഷണവും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. അരുൺ, ഷാറൂഖ് ഖാന്റെ കാറിന് നേരെ സംഘപരിവാർ സംഘടനകളുടെ ആക്രമണം. അഹമ്മദാബാദിൽ ഷൂട്ടിങ്ങിനെത്തിയ ഷാറൂഖ് ഖാന്റെ കാറിന് നേരെ ജയ് ശ്രീറാം വിളിച്ചെത്തിയവർ കല്ലുകൾ എറിയുകയായിരുന്നു. റൈസ് എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനെത്തിയതായിരുന്നു ഷാറൂഖ്. താമസിച്ചിരുന്ന ഹോട്ടലിന് പുറത്തു നിർത്തിയിട്ടിരുന്ന കാറിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. താരം സുരക്ഷിതനാണെന്ന് പോലീസ് പറഞ്ഞു. P. ജയരാജനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള ഉത്തരവ് മരവിപ്പിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടാണ് ഉത്തരവ് മരവിപ്പിച്ചത്.
CPIM നേതാവ് PJ രാജനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള നീക്കം കോൺഗ്രസിന്റെ ഉന്നതതലങ്ങളിൽ നിന്നും നടക്കുന്നുവെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത്. ജയിൽ DGP ഋഷിരാജ് സിംഗിന്റെ നിർദ്ദേശമുണ്ടെന്ന പേരിൽ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സ് IG H ഗോപകുമാറും തിരുവനന്തപുരം സെൻട്രൽ ജയിൽ സൂപ്രണ്ട് AG സുരേഷും കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനുമേൽ PJ രാജനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയതായും സൂചനയുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് AG സുരേഷ്. PJ രാജനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് മേഖലാ DIG ശിവദാസ് K തൈപ്പറമ്പിൽ ജയിലിൽ നേരിട്ടെത്തിയതും ജയരാജനെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കാനുള്ള കാരണങ്ങൾ തിരക്കിയതും. PJ രാജന്റെ നില അതീവ ഗുരുതരമാണെന്നും സംഘർഷങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ആരോഗ്യനിലയെ ബാധിക്കുമെന്നുമുള്ള ഡോക്ടർമാരുടെ നിർദ്ദേശം കണക്കിലെടുത്ത് ഗുരുതരാവസ്ഥയിലുള്ള ഒരാളെ ജയിലിൽ പാർപ്പിക്കാനാവില്ലെന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു ജയിൽ സൂപ്രണ്ട്. ഉടൻ CBI പരിയാരം മെഡിക്കൽ കോളേജ് കാർഡിയോളജിസ്റ്റിന് നോട്ടീസ് നൽകുകയും ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ട് സഹിതം തിങ്കളാഴ്ച CBI അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാവാനും നിർദ്ദേശം നൽകി. അതേസമയം ജയിൽ സൂപ്രണ്ടും ആരോഗ്യനില സംബന്ധിച്ച റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. PJ രാജനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുന്നുവെന്ന വാർത്തകൾ യാഥാർത്ഥ്യമാക്കും വിധമായിരുന്നു അധികൃതരുടെ ഇടപെടലുകളും. ആരോഗ്യനിലയിൽ ഇപ്പോൾ കുഴപ്പമില്ലെന്നും എന്നാൽ ഏത് സമയവും എന്തും സംഭവിക്കാമെന്നുമുള്ള റിപ്പോർട്ടാണ് മെഡിക്കൽ കോളേജ് കാർഡിയോളജിസ്റ്റ് SM അഷ്റഫ് സൂപ്രണ്ടിന് നൽകിയത്. 24 മണിക്കൂർ മാത്രമേ സഹകരണ ആശുപത്രിയിൽ ചികിത്സിക്കാൻ നിയമം അനുവദിക്കുകയുള്ളൂ എന്ന കാരണം പറഞ്ഞ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനുള്ള ഉത്തരവുമായി ജയിൽ ഉദ്യോഗസ്ഥർ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പുറപ്പെട്ട സമയമാണ് ഉത്തരവ് റദ്ദ് ചെയ്യാൻ ആഭ്യന്തര വകുപ്പിൽ നിന്നും നിർദ്ദേശമുണ്ടായത്. RSS കോൺഗ്രസ് നേതൃത്വങ്ങൾ CBIയിലും ഭരണതലത്തിലും നടത്തുന്ന ഇടപെടലുകളുടെ നേർസാക്ഷ്യമാവുകയാണ് PJ രാജന് നേരെയുള്ള ഇത്തരം നടപടിക്രമങ്ങൾ. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് മഹാറാലിയോടെ നാളെ ശംഖുമുഖത്ത് സമാപിക്കും. മലയാളികളുടെ പ്രിയകവി ONVക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് മാർച്ചിന്റെ സമാപനം നാളത്തേക്ക് മാറ്റിയത്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവരുമായി നടത്താനിരുന്ന കൂടിക്കാഴ്ചയും മാറ്റിയിട്ടുണ്ട്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ നയിക്കുന്ന നവകേരള മാർച്ച് മഹാറാലിയോടെ നാളെ വൈകിട്ടാണ് ശംഖുമുഖത്ത് സമാപിക്കുക. മലയാളികളുടെ പ്രിയകവി ONVയുടെ നിര്യാണത്തെ തുടർന്നാണ് ഇന്ന് നിശ്ചയിച്ചിരുന്ന മാർച്ച് മാറ്റിയത്. മാർച്ചിന്റെ സംഘാടക സമിതി ചെയർമാൻ കൂടിയായിരുന്നു ONV. ആരോഗ്യസ്ഥിതി അനുവദിക്കുകയാണെങ്കിൽ സമാപന റാലിയിൽ പങ്കെടുക്കുമെന്ന് ONV അറിയിച്ചിരുന്നതായി CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കടകംപള്ളി സുരേന്ദ്രൻ ഓർത്തു. മാർച്ചിന്റെ സമാപന റാലിയിൽ ആരോഗ്യം അല്പമെങ്കിലും അനുവദിക്കുമെങ്കിൽ പങ്കെടുക്കണമെന്നും സാർ ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ നിര്യാണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ശൂന്യതയും അതിനേക്കാൾ ഏറെ വേദനയുമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ആദരസൂചകമായി ശംഖുമുഖത്ത് നടത്താൻ നിശ്ചയിച്ചിരുന്നതായിട്ടുള്ള നവകേരള മാർച്ചിന്റെ സമാപന റാലി മാറ്റിവെക്കുകയാണ്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽപ്പെട്ടവരുമായി ഇന്ന് നടത്താനിരുന്ന കൂടിക്കാഴ്ചയും ഇതേ തുടർന്ന് മാറ്റി. ജനുവരി 15-ന് കാസർഗോഡ് ഉപ്പളയിൽ നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. 116 കേന്ദ്രങ്ങളിൽ സ്വീകരണം ലഭിച്ചാണ് മാർച്ച് തിരുവനന്തപുരത്തെത്തിയത്. പുതിയ കേരളം സൃഷ്ടിക്കാനുള്ള ആഹ്വാനവുമായി നടത്തുന്ന നവകേരള മാർച്ച് 3 ലക്ഷത്തിലധികം പേരുടെ മഹാറാലിയോടെയാകും ശംഖുമുഖത്ത് സമാപിക്കുക. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സുനന്ദ പുഷ്കറുടെ മരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെ വീണ്ടും ചോദ്യം ചെയ്തു. ദില്ലി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് 5 മണിക്കൂറോളം തരൂരിനെ ചോദ്യം ചെയ്തത്. ശശി തരൂരിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ദില്ലി പോലീസ് നടപടി തുടങ്ങി. അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് ഈ മാസം 28-ന് നൽകും എന്നാണ് സൂചന. അഭിഭാഷകനൊപ്പമെത്തിയ ശശി തരൂരിനെ ദില്ലി പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം 5 മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത്. സുനന്ദയ്ക്ക് ലൂപ്പസ് രോഗമുണ്ടെന്ന് വരുത്തി തീർക്കാൻ തരൂർ എയിംസിലെ ഡോക്ടർമാർക്ക് അയച്ച കത്ത് വിവാദമായതിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യൽ. അൽപ്രാക്സ് ഗുളിക അമിതമായി കഴിച്ചതാണ് സുനന്ദയുടെ മരണകാരണമെന്ന് വിദേശ ലബോറട്ടറി പരിശോധനയിൽ വ്യക്തമായിരുന്നു. എത്ര നാളുകളായി സുനന്ദ അൽപ്രാക്സ് ഗുളികകൾ കഴിച്ചിരുന്നെന്നും ആരാണ് ഇത് നൽകാറുള്ളതെന്നും ശശി തരൂരിനോട് പോലീസ് ചോദിച്ചു. മരണസമയത്തെ സുനന്ദയുടെ ശരീരത്തിലെ മുറിവുകൾ എങ്ങനെയുണ്ടായി എന്നാണ് പോലീസ് സംശയിക്കുന്നത്. നിരന്തരം ഇരുവരും തമ്മിൽ കലഹം നടക്കാറുണ്ടെന്ന സഹായികളുടെ മൊഴി സംബന്ധിച്ചും തരൂരിനോട് പോലീസ് വിശദീകരണം തേടി. മരണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ തരൂരും സുനന്ദയും തമ്മിലുണ്ടായ വഴക്കിനെക്കുറിച്ചും തരൂരിൽ നിന്ന് മൊഴിയെടുത്തു. IPL ഓഹരി ഇടപാടിലെ വിശദാംശങ്ങളും ചോദിച്ചറിഞ്ഞു. എന്നാൽ സുനന്ദയുടേത് ആത്മഹത്യയാണെന്നും ആത്മഹത്യയ്ക്ക് തരൂരും സഹായികളും പ്രേരിപ്പിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് ചോദ്യം ചെയ്യലെന്നും സൂചനകളുണ്ട്. കൂടാതെ തരൂരിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനുള്ള നടപടിക്രമങ്ങളും പോലീസ് ആരംഭിച്ചു. ഇതിനായി കോടതി അനുമതി തേടാൻ ദില്ലി പോലീസ് തീരുമാനിച്ചു. ഈ മാസം 28-ന് അന്വേഷണത്തിന്റെ അന്തിമ റിപ്പോർട്ട് നൽകിയേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. UAE എക്സ്ചേഞ്ച്
കൊച്ചി നഗരസഭയുടെ സഹകരണത്തോടെ ക്ലീൻ കൊച്ചി ക്യാമ്പയിനും മാരത്തണും സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ പരിസരത്തു നിന്നും ആരംഭിച്ച മാരത്തണിന് നടൻ ഫഹദ് ഫാസിൽ, മേയർ സൗമിനി ജെയിൻ, ഡെപ്യൂട്ടി മേയർ TJ വിനോദ്, UAE എക്സ്ചേഞ്ച് MD ജോർജ് ആന്റണി തുടങ്ങിയവർ നേതൃത്വം നൽകി. മാരത്തണിന് ശേഷം പങ്കെടുത്തവർ സംഘങ്ങളായി തിരിഞ്ഞ് നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങൾ ശുചീകരിച്ചു. പ്രിയ കവി ONV കുറുപ്പിന് മലയാളത്തിന്റെ അന്ത്യാഞ്ജലി. VJT ഹാളിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹം സ്വവസതിയായ ഇന്ദീവരത്തിൽ എത്തിച്ചു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നാളെ ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കും. S. ജീവൻകുമാർ ഇന്ദീവരത്തിൽ നിന്ന് ചേരുന്നു. ജീവൻ, മറ്റ് വിശദാംശങ്ങൾ കൂടി. അരുൺ, മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി ONV മലയാളക്കരയോട് വിട ചൊല്ലിയിട്ട് ഇപ്പോൾ 1 ദിവസവും 3 മണിക്കൂറിലേറെയും പിന്നിട്ടിരിക്കുന്നു. മരണവാർത്ത അറിഞ്ഞ നിമിഷം മുതൽ ആശുപത്രിയിലും സ്വവസതിയായ ഇന്ദീവരത്തിലുമൊക്കെ ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം VJT ഹാളിനുമടക്കം ഇതിനകം ആയിരക്കണക്കിന് ആളുകളാണ് ONVക്ക് അന്തിമോപചാരം അർപ്പിച്ചത്. രാവിലെ VJT ഹാളിൽ പൊതുദർശനത്തിന് വെച്ചതിനു ശേഷം ഇപ്പോൾ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട നിരവധി ആളുകളാണ് ഇപ്പോഴും ഇവിടെ എത്തുന്നത്. മന്ത്രിമാരടക്കമുള്ള വിവിധ തുറകളിൽപ്പെട്ട സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽപ്പെട്ട നിരവധി പ്രമുഖർ ഇതിനോടകം ഇന്ദീവരത്തിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു. VJT ഹാളിലെ പൊതുദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ ഇന്ദീവരത്ത് ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വസതിയിൽ എത്തിയത്. കൊല്ലം സ്വദേശിയായ ONV തിരുവനന്തപുരത്തിൻ്റെ അഭേദ്യമായ ഭാഗമാകാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് കൊല്ലം പോലെ തന്നെ, ജന്മനാടായ കൊല്ലം പോലെ തന്നെ കർമ്മമേഖലയായ തിരുവനന്തപുരം എത്രമാത്രം പ്രിയപ്പെട്ടതായിരുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇവിടേക്ക് ഇപ്പോഴും ഇരച്ചെത്തുന്ന ആയിരങ്ങളുടെ നിലയ്ക്കാത്ത പ്രവാഹം. ഇപ്പോൾ CPMൻ്റെ മുതിർന്ന നേതാവ്, പൊളിറ്റ് ബ്യൂറോ അംഗം S. രാമചന്ദ്രൻപിള്ള വസതിയിലെത്തി അന്തിമോപചാരം അകത്ത് അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വയലാറിൻ്റെ പ്രിയപത്നി ഭാരത തമ്പുരാട്ടിയും മക്കളും, വയലാർ ശരചന്ദ്രവർമ്മ അടക്കമുള്ള ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ONVയുടെ വിയോഗത്തിൽ അറ്റ്ലസ് ജ്വല്ലറി ഗ്രൂപ്പ് MD അറ്റ്ലസ് രാമചന്ദ്രൻ അനുശോചനം രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. അനേകം കവിതകൾക്ക് പുറമെ 1000ഓളം ഗാനങ്ങൾ രചിച്ച അദ്ദേഹത്തിന് 13 സംസ്ഥാന പുരസ്കാരങ്ങൾ കിട്ടിയെങ്കിലും വൈശാലിയിലൂടെയാണ് ദേശീയ പുരസ്കാരം ലഭിച്ചത് എന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ആരെയും ഭാവഗായകനാക്കിയ ആ മഹാത്മാവിന് ഞാൻ നിത്യശാന്തി നേരുന്നു.